ഇവിടെ അടുത്തൊരു ഒബ്സർവേറ്ററി ഉണ്ട്, അതിന്റെ പേരാണ് ജന്തർ മന്തർ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ യന്ത്രയുടെ പേരാണ് സൺ ഡയൽ ആക്ച്വലി. അപ്പോൾ ഈ യന്ത്രം കണ്ടോ, ഇങ്ങനെ സൈഡിൽ ഒരു യു കേർവ് പോലെയുണ്ട്. ഇതിൽ എവിടെയാണോ ഷാഡോ വീഴുന്നത് അതിനനുസരിച്ച് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മധ്യപ്രദേശിൽ ആക്ച്വലി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇതുവഴിയാണ് പോകുന്നത്. ഇവിടെ ഇതുപോലെ വലിയൊരു ഗ്ലോബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാൽഭൈരവ് ടെമ്പിളിന് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിൽ ബാഫ്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ബാഫ്ല എന്ന് പറയുമ്പോഴത്തേക്കും മധ്യപ്രദേശിൽ ഫേമസ് ഡിഷാണ്. ഗഡ്ഖാലി കാ മന്ദിർ, അതൊരു ശക്തിപീഠാണ്. കാളിദാസിന് ഇവിടെ നിന്നാണ് എന്താ പറയുക ക്രിയേറ്റിവിറ്റിയുടെ ആ ഒരു പവർ കിട്ടിയത്. അകത്ത് കുറച്ച് ഓക്സിജന്റെ കുറവുണ്ട്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ മധ്യപ്രദേശിലാണ്. ഇന്ത്യയുടെ ഹൃദയം എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ഉജ്ജയിനിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്ത ഹോട്ടലിന്റെ പേര് ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ നിങ്ങളുടെ ഇൻഫർമേഷന് അഥർവ എന്നാണ്. ഇവിടെ ഞങ്ങൾ ആക്ച്വലി ഉജ്ജയിനിൽ കണ്ടു തീരുന്നില്ല ഗൈസ്, ഇത്രമാത്രം കാര്യങ്ങളോട് കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഉജ്ജയിനിലെ സ്റ്റേ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ഹോട്ടലിൽ എക്സ്റ്റൻഷൻ ഓപ്ഷൻ ഇല്ല, കാരണം ഇവിടെ കല്യാണം നടക്കണം. അതിന്റെ ബഹളമാണ്, പുറത്ത് മൊത്തം പഴയ പാട്ടുകളൊക്കെ ഇട്ട് വെറുപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് വേറൊരു ഹോട്ടലുണ്ട്, ഇംപീരിയൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് ഉജ്ജയിനിൽ തന്നെ. അവിടെ പോവാം, അവിടെ ചെക്ക് ഇൻ ചെയ്യാം, എന്നിട്ട് ബാക്കി ഉജ്ജയിൻ കറങ്ങാന്ന്. ഈ പാട്ടൊക്കെ ഇട്ട് ആരെങ്കിലും കല്യാണം കഴിക്കൂ ദൈവമേ. 3 बार चेक किए, 3 आंख हो गए, जैकेट भी मिस हो गया। मेरे पास है। മൊത്തം ബഹളമാണ് ഗൈസ്. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോന്നും അറിയില്ല. ആക്ച്വലി നോർത്ത് ഇന്ത്യയിൽ കല്യാണം ആകുമ്പോഴത്തേക്കും ഭാരത്ത് എന്ന് പറയും. ഓക്കെ, എന്റെ ഭാരത്തൊക്കെ ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ കല്യാണം കഴിച്ചതുകൊണ്ട്. അപ്പം എന്താ പറയാ, ഗ്രൂമിനെ കൊണ്ടുവരാനായിട്ട് ഇതുപോലെ കുതിരപ്പുറത്ത് ഇരുത്തി പാട്ടൊക്കെ പാടിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതാണ് നടക്കുന്നത്. ഇപ്പൊ അടുത്ത ഷാദിയിൽ കാണാം. അപ്പൊ എത്തി ഗൈസ് അടുത്ത ഹോട്ടല്. ആക്ച്വലി 8 മിനിറ്റ് ദൂരത്തിലായിരുന്നു ഹോട്ടൽ അഥർവ ആൻഡ് ഹോട്ടൽ ഇംപീരിയൽ. അപ്പൊ ഞങ്ങൾ എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇംപീരിയൽ ഹോട്ടലിൽ ബുക്ക് ചെയ്തിരിക്കുന്ന റൂം നീറ്റാണ്, പ്രോപ്പറാണ്. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, ഇവിടെ സാധനം വയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, പ്രോപ്പർ ബെഡ്. ജനലിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അവിടെയാണ് കേട്ടോ പാർക്കിംഗ്. ഈ ഷെഡ് കാരണം കാണാൻ പറ്റുന്നില്ല. ഇവിടെ കല്യാണങ്ങൾക്കെല്ലാം ഈ ഹോട്ടലുകളിൽ മൊത്തം ബുക്ക് ചെയ്യാറ്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ആണെന്നാണ് തോന്നുന്നത്. ആൻഡ് ഈ സൈഡിൽ വാഷ്റൂം ഉണ്ട്. നീറ്റ്, ഒരു ദിവസത്തേക്കുള്ള കാര്യം തന്നെ. അപ്പം നീറ്റാണ്. നീറ്റല്ലേ അഞ്ജലി? അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിലെത്തി. ഒരു 5-10 മിനിറ്റ് റിലാക്സ് ആയിട്ട് ഞങ്ങൾ വീണ്ടും റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ഉജ്ജയിൻ്റെ ബാക്കി കാര്യങ്ങളും ബാക്കി കാഴ്ചകളും കാണാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പ്ലാനാണ്, ഇവിടെ അടുത്തൊരു ഒബ്സർവേറ്ററി ഉണ്ട്, അതിന്റെ പേരാണ് ജന്തർ മന്തർ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ പണ്ട് എന്താ പറയുക സോഷ്യൽ സ്റ്റഡീസിലും ജോഗ്രഫിയിലും എല്ലാം. അത് ഇതിനടുത്തായിട്ടാണ് ഉജ്ജയിനിൽ എന്താ പറയുക മഹാകാൽ ടെമ്പിളിന് അടുത്തായിട്ടാണ്. നമുക്ക് അവിടെ ആദ്യം പോവാം. ഒരു ഓട്ടോയ്ക്കകത്ത് എന്തൊക്കെ സിസ്റ്റങ്ങളല്ലേ, മ്യൂസിക് സിസ്റ്റം, സ്പീക്കർ, അവിടെ ലോക്കർ. അപ്പം ഞങ്ങൾ എത്തി ജന്തർ മന്തർ. ഇതാണ് മെയിൻ എൻട്രൻസ്, ഗവൺമെൻറ് ജീവാജി ഒബ്സർവേറ്ററി. ശ്രദ്ധിച്ച് പഠിച്ചവരെല്ലാം ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ടൈമിംഗ് ഉണ്ട്, രാവിലെ 10:30 മുതൽ വൈകുന്നേരം 5:30 വരെ. അപ്പം ടിക്കറ്റ് എടുക്കണം, 10 രൂപ. അപ്പോൾ ഇവിടെ QR കോഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ഇവിടെ ഡിഫറെൻറ്റ് യന്ത്രാസ് ഉണ്ട്. അതിൻ്റെ എന്താ പറയുക QR കോഡാണിത്. യന്ത്രയുടെ പേരാണ് ശംഖു യന്ത്ര, സമ്രാട്ട് യന്ത്ര, നരിവലായ യന്ത്ര, ദിഗേഷ് യന്ത്ര, ബിട്ടി യന്ത്ര. അപ്പോൾ ഇതെല്ലാം QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇവരുടെ എന്താ പറയുക യൂട്യൂബ് ചാനലിൽ പോകും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻസ് എല്ലാം അവിടെ നിന്ന് വായിക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ജന്തർ മന്തർ, ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ജന്തർ മന്തർ. ഞങ്ങൾ എത്തി.
ഇവിടെ ഇതുപോലെ വലിയൊരു ഗ്ലോബ് വെച്ചിട്ടുണ്ട്. ആൻഡ് അതുവഴിയാണ് എൻട്രൻസ്. അപ്പോൾ ഈ യന്ത്രയുടെ പേരാണ് ശംഖു യന്ത്ര. ഈ സെൻട്രൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടില്ലേ, സ്റ്റിക്കിൽ ഒരു അയൺ റോഡ് പോലെയാണ്. അതിലൊരു ഷാഡോ കാണാം നിങ്ങൾക്ക്. അത് മൂവ് അറൗണ്ട് ചെയ്യും ഈ ലൈനിലെ ഡിഫറെൻറ്റ് റീജിയനിലൂടെ. സോ ആ മൂവ് അറൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡേയുടെ ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷോർട്ടസ്റ്റ് ഡേ എപ്പോഴായിരുന്നു ഒരു കൊല്ലത്തിൽ, ലോങ്ങസ്റ്റ് ഡേ എപ്പോഴായിരുന്നു, ലോങ്ങസ്റ്റ് നൈറ്റ് എപ്പോഴായിരുന്നു, ഷോർട്ടസ്റ്റ് നൈറ്റ് എപ്പോഴായിരുന്നു, ഡേ എപ്പോഴായിരുന്നു, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ പറ്റും. ആൻഡ് ഇതിൽ സോഡിയാക് സയൻസും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒത്തിരി യന്ത്രങ്ങൾ വച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതും ഒരു ഡിഫറെൻറ്റ് യന്ത്രമാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്കെയിലിൻ്റെ മെഷർമെൻറ്റ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മോളി വഴി കയറാം. ഈ യന്ത്രത്തിൻ്റെ പേര് എന്താണെന്ന് പറയാം. ഓക്കെ, മോളിൽ കയറട്ടെ. ഓ, ദിസ് ഇസ് കോൾഡ് സൺ ഡയൽ. हाँ, ये वॉल का शैडो जहाँ पे गिर रहा है ओके, वो अभी का लोकल टाइम है. वो 12 o'clock 12:44 हो रहा है. 12:44 हो रहा है क्या अभी? ഈ യന്ത്രയുടെ പേരാണ് സൺ ഡയൽ ആക്ച്വലി. അപ്പോൾ ഈ യന്ത്രം കണ്ടോ, ഇങ്ങനെ സൈഡിൽ ഒരു യു കേർവ് പോലെയുണ്ട്. ഇതിലെവിടെയാണോ ഷാഡോ വീഴുന്നത് അതിനനുസരിച്ച് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്തു. അറൗണ്ട് 12:45 ആണ് ഇപ്പോൾ വാച്ചിൽ കാണിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി സെയിം ഏരിയയിലാണ് വീഴുന്നത് ടൈമും. എന്ത് കിടും അല്ലേ? ആ സമയത്തും നമ്മുടെ കയ്യിൽ ക്ലോക്ക് ഉണ്ടായിരുന്നു ഗൈസ്, ഇത്രയും വലിയ ക്ലോക്ക് അതും. അപ്പോൾ ഡീറ്റെയിൽസ് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് റെഫർ ചെയ്യാം. ഈ യന്ത്രത്തിൻ്റെ പേരെന്താണ്? Digansha Yantra. This instrument is used to find out the altitude and the zenith of any celestial body. For this purpose, a sextant type device called Turiya Yantra is fitted on the pole which is at the center of the circular platform. Oh, Turiya. അപ്പോൾ ഇതാണ് ഗൈസ് തുരിയ. ഇതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്തൊക്കെയായാലും ഒരു ഇൻഫർമേഷൻ കൂടെ, ഇത് മധ്യപ്രദേശിൽ ആക്ച്വലി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇതുവഴിയാണ് പോകുന്നത്. അതാണ് നല്ല വെയിലാണ് ഗൈസ്. ഈ ഇൻഫർമേഷൻ എല്ലാം ക്ലിയർ ആയിട്ട് പിടിക്കാൻ ഇവിടെ പറ്റുള്ളൂ. ഞാൻ ഈ QR കോഡ് വിടാം. ഇത് സ്കാൻ ചെയ്താൽ മൊത്തം ഇൻഫർമേഷൻ ഈ യന്ത്രയെ പറ്റിയുള്ള കിട്ടും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കാര്യം, ഇവിടെ ഉച്ചയ്ക്ക് വന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് കണ്ടുപഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല വെയിലായിരിക്കും. തലയിലൊരു തൊപ്പി കരുതുക. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൺലൈറ്റ് ഉത്തരം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ക്ലിയർ ആയിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ യന്ത്രയുടെ പേരാണ് നാഡി വാലി യന്ത്ര. 6 months नॉर्दर्न हेमिस्फीयर में रहता है और 6 months सदर्न हेमिस्फीयर में रहता है. जो तुम्हारा बोलता है ना कि अंटार्कटिक में 6 months अंधेरा रहता है, 6 months उजाला रहता है, सनशाइन रहता है. So many things to learn. दक्षिण അപ്പം നമ്മുടെ ഒരു ഗാലക്സി ഇല്ലേ, അതിൻ്റെ ഒരു ഡിപ്പിക്ഷനാണിത്. സണ്ണ് മൂണ് എല്ലാം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെയായിട്ട് കുറേ ട്രീ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഓരോ സോഡിയാക് സൈനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രീ ആണ്. അതവിടെ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നക്ഷത്രങ്ങളില്ലേ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രീകളെ ഇവിടെയും വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇൻഫർമേഷനല്ലേ! ആ സമയത്ത് ആളുകളുടെ നോളജ്, ഒരു എക്യുപ്മെൻറ്റും ഒരു ഡിവൈസും ഇല്ലാതെ ഇതെല്ലാം ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ ഈ യന്ത്രം അല്ലാതെ എന്താ പറയുക, പ്ലാനറ്റോറിയം ഉണ്ട്, അതുമല്ലാതെ ടെലസ്കോപ്പ് ഉണ്ട്. പക്ഷെ രണ്ടും ഇപ്പോൾ ഫംഗ്ഷനിങ് എല്ലാം മെയിൻ്റനൻസ് ആയിട്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും അത് രണ്ടും കാണാൻ മറക്കരുത്. ഇത്രയും ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. വാഷ്റൂമിൻ്റെ സ്ഥിതി ഉണ്ട്, ഞാൻ ഞെട്ടി ഗൈസ്. ഇതൊക്കെ ശരിയാക്കേണ്ട സമയം കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് നീറ്റ് ആയിട്ടുള്ളൊരു വാഷ്റൂം ആൻഡ് പ്രോപ്പർ ഒരു വെള്ളം വരെയുള്ള പൈപ്പ് വെക്കേണ്ടത് അതും ഇല്ല, എല്ലാം ബ്ലോക്കാണ്. അകത്ത് കയറി ഞാൻ തലയിറങ്ങി താഴെ വീണേനെ. അപ്പോൾ ഇതായിരുന്നു വേദിക് ക്ലോക്ക്. ഇത് അതിനൊരു ഡിപ്പിക്ഷൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഗൈസ്. ഇതും ക്ലോസ്ഡ് ആണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ ജന്തർ മന്ദിർ കണ്ട് പുറത്തിറങ്ങാണ് ഗൈസ്. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓട്ടോയ്ക്ക് കുറച്ച് കൊല്ലുന്ന റേറ്റാണ് ഗൈസ്. ഇവിടുന്ന് എന്താ 4 കിലോമീറ്ററാണ്. ബർത്തരി കേവ്സ് ഒരു സ്പോട്ടുണ്ട്, കേവ് ടെമ്പിൾ പോലെയാണത്. അപ്പം 4 കിലോമീറ്റർ 150 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദൂരം, എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിക്കാം. പൂച്ചോ അങ്ങനെ ഓട്ടോ കിട്ടി. ഇലക്ട്രിക് ഓട്ടോയിൽ 125 രൂപയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉജ്ജയിനിലെ ബർത്തരി കേവ്സിലെത്തി. ഇതുവഴിയാണ് കേവ് എൻട്രി. ഇവിടുത്തെ വിശ്വാസമാണ് ഉജ്ജയിൻ്റെ രാജാക്കൾ ഇവിടെ വന്ന് ദേവിയുടെ വർഷിപ്പ് ചെയ്തിരുന്നു കൊല്ലങ്ങളോളം. നമുക്ക് അകത്ത് പോയി ഗുഫ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭർതൃഹരി ഗുഫ പ്രവേശ്. गुटखा थूकना सख्त मना है.
गुफा में जाने का रास्ता झुक के प्रवेश करें। जितना दूर तक होगा उतना ही दूर जाएंगे हम। भगवान विष्णु ने राजा भर्तरी को दर्शन दिए थे बोल रहे हैं। योगी जी का मंदिर नंबर 1 गुफा नंबर 2 അത്ര പാടുള്ള ഗുഹയല്ല, ചെറിയ ചെറിയ ഗുഹകളാണ്. ऑक्सीजन नहीं मिलेगा। അകത്ത് കുറച്ച് ഓക്സിജന്റെ കുറവുണ്ട്, അപ്പോൾ ശ്വാസം എടുക്കാൻ കുറച്ച് പാടുള്ളവർ നോക്കണ്ട. സർ 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 अंदर एक शिवलिंग है। ഞങ്ങളങ്ങനെ ഗുഹ കണ്ടു പുറത്തിറങ്ങി. കൊള്ളായിരുന്നു, അത്ര പാടില്ല. ഞാൻ വിചാരിച്ച പോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ അവിടെ അകത്ത് ഇരുന്ന് ഓർഗനൈസ് ചെയ്യായിരുന്നു എല്ലാവരെയും. അപ്പോൾ ഞങ്ങൾ ബർത്തരി കേവ്സിൻ്റെ ഇപ്പോൾ പുറത്തിറങ്ങി. ആക്ച്വലി അത്ര പാടില്ല. ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് പാടാണെന്ന്. കാരണം പുറത്തിറങ്ങിയ 2-3 കുട്ടികൾ പറഞ്ഞു അകത്ത് കയറാൻ വലിയ പാടാണ്, ഓക്സിജൻ സപ്ലൈ കുറവാണ് എന്ന്. ബട്ട് എന്നാലും ബ്രീത്തിങ് ട്രബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് പോകാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് തിരക്ക് കുറഞ്ഞതിന് ശേഷം അകത്ത് കയറുക, ഇല്ലെങ്കിൽ എളുപ്പത്തിൽ പോകാം. അതുപോലെ എൻ്റെ പുറകിൽ ഒരു ഗൗശാല നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നിന്ന് മുന്നിൽ തന്നെ, അമ്പലത്തിന് മുന്നിൽ തന്നെ ഒരു 50 രൂപയ്ക്ക് ഒരു ബാസ്ക്കറ്റ് ഇട്ടു. ഓക്കെ, ഗ്രാസ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പശുവിനെ ഫീഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനാണ് ഗഡ് കാളിക മന്ദിർ. അതും ഒരു ഫേമസ് ടെമ്പിൾ ആണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നിൽക്കുന്ന അഞ്ജലി പറയായിരുന്നു, അതും ഗഡ് കാളിക മന്ദിർ അതൊരു ശക്തിപീഠാണ്. കാളിദാസിന് ഇവിടെ നിന്നാണ് എന്താ പറയുക ക്രിയേറ്റിവിറ്റിയുടെ ആ ഒരു പവർ കിട്ടിയത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ ചൂടത്തും ജാക്കറ്റ് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ചൂടാണെങ്കിലും കുറച്ച് തണുപ്പാണ്, അതുമില്ല സൺലൈറ്റ് നല്ല കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ കൈയും എല്ലാം കറുക്കും, അതാണ് സൺബേൺ അടിക്കും. അതാണ് ഞങ്ങൾ 2 പേരും ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷെ പ്രശ്നമില്ല, കംഫർട്ടബിൾ ആണ് ആക്ച്വലി. ബാംഗ്ലൂരിൽ ഓൾറെഡി ഒരാളുണ്ട്. അപ്പോൾ ഗഡ്കാളി ടെമ്പിൾ പോണ വഴിക്ക് ഇതൊരു ഗണേഷ് ടെമ്പിൾ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തി ഗഡ് കാളിക ടെമ്പിൾ ഉജ്ജയിൻ. ഇതും ഒരു ശക്തിപീഠാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ 4ാമത്തെ ശക്തിപീഠാണ്. അപ്പോൾ ഇവിടുത്തെ ഫേമസ് വഴിപാടെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലെമണിൻ്റെ മാലയില്ലേ, അത് ദേവിക്ക് ചാർത്തുന്നതാണ് ഇവിടുത്തെ ഫേമസ് വഴിപാട്. അപ്പോൾ നോക്കാം നമുക്കൊരു മാല വാങ്ങാനായിട്ട്. यहाँ शाम का आरती कितने बजे होता है? 5:40 അപ്പോൾ ഇവിടെയും ഒരു ദീപസ്തംഭമുണ്ട് ഇതുപോലെ. ആ ദീപസ്തംഭത്തിൽ ഇതുപോലെ കോയിൻ വയ്ക്കുമ്പോൾ ഒട്ടിയിരുന്ന ആ വിശ്വാസം, അല്ലെങ്കിൽ എന്ത് ആഗ്രഹിച്ച ചെയ്തത് അത് നടക്കുന്ന വിശ്വാസം. गढ़ कालिका मां कालिदास जी की आराध्य देवी है। ഇവിടെ ആളുകൾ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതുന്നുണ്ട് ഗൈസ്. ഇത് ഒരു ബിലീഫ് അല്ലെങ്കിൽ പൂജയായിരിക്കുന്ന തോന്നണേ. അപ്പോൾ ഞങ്ങൾ ഗഡ് കാളിക മന്ദിറിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നല്ല കുറച്ച് പൂജയൊക്കെ ചെയ്ത് മുന്നിൽ ഇരുന്ന് ദർശനമൊക്കെ കിട്ടി, പൂജയും ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അടുത്ത സ്പോട്ട് ആക്ച്വലി ഇവിടെ കാൽ ഭൈരവ് ടെമ്പിൾ ഉണ്ട്. അതൊരു ഫേമസ് ടെമ്പിൾ ആണ് ഇവിടെ ഉജ്ജയിനിലെ. അപ്പോൾ നമുക്ക് അവിടെ പോകാം. ഇവിടെ വരുമ്പോൾ ഡിഫറെൻറ്റ് പൂജയുണ്ട്. ഓക്കെ, കുങ്കുമം പൂജ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് പൂജയുണ്ട്. ഞങ്ങൾ ചെയ്തത് കുങ്കുമം പൂജയാണ്.
അപ്പോൾ കുങ്കുമത്തിൻ്റെ ഒരു ഡബ്ബയിൽ ഞാൻ കൊണ്ടുപോകാനും പറ്റും വീട്ടിൽ. ശക്തിപീഠിൽ നിന്ന് കിട്ടുന്ന കുങ്കുമമാണ്. അപ്പോൾ ഒബ്വിയസ്ലി പവർഫുൾ ആയിരിക്കും. 2-3 ദിവസമായിട്ട് എത്ര കിലോമീറ്റർ ഞങ്ങൾ നടന്നത്? മിനിമം ഒരു ദിവസം 4 കിലോമീറ്റർ നടക്കും. पैदल चलने में एक्चुअली मजा आ रहा है. नया जगह, नया स्टेट, बहुत सारी चीज देखने के लिए मिलता है. ആലോചിച്ച് നോക്കി ഗൈസ്, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്ന് കേരളത്തിൻ്റെ ഏറ്റവും താഴെ നിന്ന് വന്ന് മധ്യപ്രദേശിൻ്റെ ഏതോ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവാണ്. അടിപൊളി ഫീലാട്ടോ. गढ़कालिका माता का दर्शन करने के बाद हम लोग चलते चलते काल भैरव मंदिर की ओर जा रहे थे. रास्ते में हमें ये बगलामुखी धाम दिखा है. तो यहाँ पे बगलामुखी माँ का मंदिर है. बगलामुखी माँ 10 महाविद्या में से एक देवी का नाम है बगलामुखी माँ. അപ്പോൾ ഹിന്ദിയിൽ 10 മഹാവിദ്യ എന്ന് പറയും. മലയാളത്തിൽ പറയുമ്പോൾ 10 മഹാവിദ്യ ദേവികൾ. അതിൽ ഒരാളാണ് ബഗ്ലാമുഖി ദേവി. അപ്പോൾ ഞങ്ങളിപ്പോൾ പോവാണ് ബഗ്ലാമുഖി ദേവിയുടെ ടെമ്പിളിലേക്ക്. ഇത് കാൽ ഭൈരവ് ടെമ്പിൾ പോകുന്ന വഴി തന്നെയാണ്. എല്ലായിടത്തും പ്രോപ്പറായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊരു പാടമാണ്, കൃഷിപ്പാടമാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട് വെയിലത്ത്. उज्जैन में आए तो ये जगह उतना लोगों को नहीं पता है. मतलब दिस इज नॉट मतलब उतना टूरिस्टी नहीं है. शांत है, पीसफुल प्लेस है. 10 महाविद्या के बारे में हमको भी नहीं पता था. अभी रिसेंटली पता चला है कि सती माता का 10 अलग अलग रूप है, शक्ति रूप है. उसमें से बगलामुखी माँ एक महाविद्या में आती है. ബഗ്ലാമുഖി ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ പോവാണ് കാൽ ഭൈരവ് ടെമ്പിൾ. ബഗ്ലാമുഖി ടെമ്പിളിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ കാൽ ഭൈരവ് ടെമ്പിളിലേക്ക്. അപ്പം നടന്നു പോവാം. ऑटो का भी ऑप्शन है. आई थिंक 40-50 रुपीस लेगा. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉജ്ജയിനിലാണ് ഫേമസ് ക്ഷിപ്ര റിവർ. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഇതാണ് ക്ഷിപ്ര റിവർ. बट स्टैग्नेंट है रिवर. यहाँ उधर थोड़ा फ्लो हो रहा है. एंड बहुत ही गंदा है. चलो चलता हूँ. റിവറിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഗൈസ്. മൊത്തം മലിനമാണ്. ഐ തിങ്ക് ഈ ഏരിയയിലില്ലേ, ഈ ബ്രിഡ്ജിൻ്റെ താഴത്തെ വെള്ളം മൊത്തം സ്റ്റാഗ്നൻ്റ് ആണ്. ഫ്ലോ ഇല്ല ഒട്ടും. അതാണെന്ന് തോന്നുന്നു മൊത്തം അഴുക്ക്. ഈ മഹാകാൽ മന്ദിർ, ശ്രീ മംഗൽനാഥ് മന്ദിർ ആൻഡ് ശ്രീ ഓങ്കാരേശ്വർ മഹാദേവ്, ഈ ടെമ്പിളെല്ലാം ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെയാണ് ഉജ്ജയിനിലെ ജയിൽ, കേന്ദ്രീയ ജയിൽ ഉജ്ജയിൻ. ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ പേര് അഞ്ജലി പറഞ്ഞു കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ കാൽ ഭൈരവ് ടെമ്പിളിന് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിൽ ബാഫ്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ബാഫ്ല എന്ന് പറയുമ്പോഴത്തേക്കും മധ്യപ്രദേശിലൊരു ഫേമസ് ഡിഷാണ്. ഇതുപോലെ ഇരിക്കും. അതിൻ്റെ കൂടെ ദാലും ഉണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്ന് അഞ്ജലിക്ക് ഒരേ നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. मुझे नहीं पता कि इसका टेस्ट कैसा होगा. समवट दाल बाटी चूरमा जैसा है. इसमें डाल रहे हैं ദാൽ ബാട്ടി ചുരുമ. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ദൈവത്തിനറിയാം. राजस्थान का फेमस डिश है दाल बाटी चूरमा. ഓ, മധ്യപ്രദേശിൻ്റെ അല്ല കേട്ടോ, രാജസ്ഥാൻ്റെ ഫേമസ് ഡിഷാണ്. അത് മധ്യപ്രദേശിലും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്യണമെന്ന് എല്ലാവരും പറയാറുണ്ട്. दाल बाटी चूरमा राजस्थान का फेमस डिश है. बाफला मध्य प्रदेश का स्पेसिफिक डिश है. ഓ ഓക്കെ ഓക്കെ, മനസ്സിലായി. അങ്ങനെ ഇത് മധ്യപ്രദേശിൻ്റെ തന്നെയാണ്, രാജസ്ഥാൻ്റെ അല്ല. पता नहीं, I can't explain the taste. ഇതുപോലെ ഇരിക്കും ടെക്സ്ചർ. थोड़ा स्पाइसी है. स्पाइसी एंड अंजलि बोला इट्स नाइस. नाइस. ओके, इसके साथ खाते हैं. बारीक करिए. मतलब इसको तोड़ देते हैं. बिल्कुल बारीक करना है इसको, तोड़ना नहीं, बारीक करना. पाउडर बनाना है. अरे पुट्टे जैसे पाउडर बना देना है, ऐसा पाउडर बनाना है. അപ്പോൾ ഇതിനിങ്ങനെ പൊടിച്ച് പൗഡർ പോലെ ആക്കണം. എന്നിട്ട് വേണം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. ഓക്കെ. ദെൻ ദാൽ. അഞ്ജലിക്കും അറിയില്ല, എനിക്കും അറിയില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ആൾ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ഞങ്ങൾക്ക്. ओके. हाँ. ओके. ये लहसुन इसको हाथ से मिक्स करिए. ओह, गरम है. अच्छा खासा गरम है. हाँ. अभी आप बताएंगे केरला के ऑडियंस को किसका टेस्ट कैसा है. एक सेकंड. कैसा टेस्ट है? अच्छा है. अच्छा है. स्पाइसी है. स्पाइसी है.
So अच्छे से स्पाइसी है. अगर आप लोग को तीखा चिली अच्छा नहीं लगता है then don't try this. സംഭവം പൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഒരേ ഒരു പ്രശ്നമുള്ളൂ, നല്ല സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും അഞ്ജലിക്ക് സൂട്ടബിൾ ആവും, കാരണം അഞ്ജലി അത്ര സ്പൈസി കഴിക്കും. ഞാൻ സ്പൈസി കഴിക്കാറില്ല, സ്പൈസി ഫുഡ്സ് കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് കുറച്ച് സ്പൈസി ആയിരുന്നു, എസ്പെഷ്യലി രാജസ്ഥാൻ സ്റ്റൈലിൽ പോകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് സ്പൈസി ആയിരിക്കും. ഞങ്ങളിപ്പോൾ കാൽഭൈരവ് ടെമ്പിളിന് അടുത്താണ്. ഇപ്പോൾ നിങ്ങൾ കാറും കൊണ്ട് ലോങ് ഡ്രൈവിന് വരികയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. ഇവിടെ ജനത്തിരക്കാണ് ഗൈസ്, എന്തുമാത്രം ആളാന്ന് നോക്കി ഒരു ടെമ്പിളിന് ചുറ്റും. അപ്പം അതാണ് ടെമ്പിൾ, നല്ല വലിയ ടെമ്പിളാണ്. बंदर को खिलाओ, बंदर को खिलाओ. എന്തെല്ലാം അല്ല ഇവിടെ കുരങ്ങന്മാർക്ക് നമ്മളെ കോണ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അതും ഒരു എന്താ പറയുക, ഒരു ബിസിനസ്സാണ് ഇവിടെ. ഇവിടെ ഇതുപോലെ പപ്പടവും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വാങ്ങാൻ പറ്റും നമുക്ക്. എല്ലാവരും കഴിച്ചുകൊണ്ട് ടെമ്പിൾ ദർശനത്തിലേക്ക് പോവാണ്. അഞ്ജലി എങ്ങോട്ടോ പോയി, ഇനി അഞ്ജലിയുടെ പപ്പി പോണം. അപ്പോൾ ഞങ്ങൾ കാൽഭൈരവ് ടെമ്പിളിലെത്തി. എന്തുമാത്രം തിരക്കാണെന്ന് കണ്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഓക്കെ, ഇതുവഴിയാണ് ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറേണ്ടത്. ഉജ്ജയിനിൽ വന്നു കഴിഞ്ഞാൽ മഹാകാലി കഴിഞ്ഞാൽ ഇതൊരു ഫേമസ് ടെമ്പിളാണ്. ഒരു അടിപൊളി വിഷ്വൽസ് കാണിച്ചു തരാം. ഓക്കെ, ഈ തിരക്കിനിടയിൽ ഒട്ടും സ്ഥലമില്ല. അതിനിടയിൽ ദേ അവിടെ ക്യാമലിൻ്റെ മുകളിൽ സവാരി ഇപ്പം നിർത്തിയിട്ടുണ്ട്. എന്തൊക്കെയല്ലേ നോർത്ത് ഇന്ത്യൻ കാഴ്ചകൾ. ये रास्ता का नाम क्या है भैया? हनुमान मंदिर, गोपाल मंदिर वाला. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരാണ് പത്ലി ബാസാർ. ഇവിടെ മൊത്തം സ്വർണവും വെള്ളിയുടെയും കടകളാണ്, ചെറിയ ചെറിയ കടകള്. यहाँ का लोकल मार्केट है. कितना सारा शॉप है. ഹോൺ അടിക്കൊരു പഞ്ഞവും ഇല്ല ഗൈസ്. ഇത് കണ്ടില്ല, എന്ത് മാത്രം ഹോൺ അടിയാണെന്ന് ഇവിടെ. അതെ, അവിടെ ആയിട്ടാണ് പോലീസ് ഇരിക്കുന്നത്. അവിടെ നിന്ന് വിളിച്ചു പറയാണ്. ഒരാള് തളർന്നിരിപ്പാണ് ഗൈസ്. കാൽഭൈരവ് ടെമ്പിളിന്റെ ക്യൂ കണ്ട് ആള് പേടിച്ചോടി ഹോട്ടലിൽ തിരിച്ചെത്തി ഞങ്ങള്. അപ്പോൾ പ്ലാനാണ്, ഞങ്ങൾ ആക്ച്വലി മഹാകാലേശ്വർ ടെമ്പിളും കാൽഭൈരവ് ടെമ്പിളും രണ്ടും പോയില്ല. അപ്പോൾ പ്ലാനാണ് നാളെ രാവിലെ പോകാനായിട്ട്. കാരണം രാവിലെ പോയില്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എന്താ പറയുക, വൈകുന്നേരം തിരക്ക് നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. അപ്പോൾ പ്ലാനാണ് നാളെ രാവിലെ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇനി വേറെ ഒരു വിശേഷമില്ല, നല്ല ടയർഡായി. രാവിലെ മുതൽ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 6-8 കിലോമീറ്റർ ഞങ്ങൾ നടന്നു. ഇന്നലെയും നടന്നായിരുന്നു ഒരു 7-8 കിലോമീറ്റർ. നാളത്തെ പ്ലാനാണ് കാൽഭൈരവ് ടെമ്പിളും പിന്നെ എന്താ മഹാകാലേശ്വർ ടെമ്പിളും പോകാനായിട്ട്. മഹാകാലേശ്വർ ലോക് കാണണ്ടേ, അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. മഹാകാൽ ലോക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അതുമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും ഇൻട്രസ്റ്റിംഗ് നോർത്ത് ഇന്ത്യൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്, शुभ रात्रि, ബൈ ബൈ. बाय बाय.